Hey guys, welcome back to my ചാനൽ. അപ്പം മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുന്നു. ഒരുപാട് വെയിറ്റ് ചെയ്ത സിനിമയാണ് ഈ വർഷത്തെ മോഹൻലാലിന്റെ കംബാക്ക് ഫിലിം എന്നൊക്കെ ഞാൻ കുറേ പ്രതീക്ഷ വെച്ചു. എസ്പെഷ്യലി LJP ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ ഒരു കിടിലം ഒരു എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് വെച്ച് ഇതാ കിടക്കുന്നത്. ഐ എം ഫുള്ളി ഡിസപ്പോയിന്റഡ്. ഇതിലൊന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഫ്രെയിമിങ് ഒരു രക്ഷയില്ല. അത് മാത്രമേ നല്ലത് പറയാവുള്ളൂ. വേറെ ഒന്നും പടത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എക്സ്പെഷ്യലി ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി എടുത്തു പറയണം. എന്ത് മാങ്ങാത്തൊലിയാണ് മറച്ചു വെച്ചേക്കണെന്ന് പറഞ്ഞാലും എന്ത് മാങ്ങാത്തൊലി. ആക്ഷൻ ചെയ്ത ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് റിയലി ഡിസപ്പോയിന്റിങ്. ആക്ഷൻ സീക്വൻസ് വെറും കൂറ ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. പിന്നെ മോഹൻലാലിന്റെ പെർഫോമൻസ് ആണെങ്കിൽ ശരി, അവിടെ കുറച്ച് കൊള്ളാം എന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ഫുൾ എനിക്ക് പറയാൻ പറ്റൂല. LJP ഫുൾ ഡിസപ്പോയിന്റ് ആക്കി തന്നെ. പിന്നെ ഇതിലത്തെ ഫ്രെയിമിങ് ഞാൻ എടുത്ത് പറയും. കാരണം ഫ്രെയിം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്യാമറയാണ്. അതൊക്കെ നല്ല സെറ്റായിട്ട് വിഷ്വൽ നോക്കി വെച്ചിട്ടുണ്ട്, അടിപൊളി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നേരെ ക്യാരക്ടേഴ്സ് തന്നെ ആക്ച്വലി കുറേ പേരുണ്ട് ഇതിനകത്ത്. ഈ ക്യാരക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹരീഷ് പേരടിയുടെ പെർഫോമൻസ് ആണ്. അയ്യോ, അദ്ദേഹം ഒരു രക്ഷയില്ല, കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു ഹരീഷ് പേരടി. ഇപ്പൊ അറിയാം പുള്ളിക്കാരെ തമിഴിലായാലും തെലുഗു എല്ലാ ഇൻഡസ്ട്രിയിലും പുള്ളിക്കാരെ കയറി മെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ഹിസ് ടാലന്റ്. പുള്ളിക്കാരെ കിട്ടില്ല പെർഫോമറാണ്. ഇതിലും ഒന്ന് തകർത്തിട്ട് പോയി. പിന്നെ ഇതിലത്തെ ഒരു മെയിൻ നടിയുണ്ട്, സൊണാലി കുൽക്കർണി എന്നാണ് പുള്ളിക്കാരെ പേര്, എൻ്റെ വിശ്വാസം. മറ്റേ അപ്സരാലി എന്നൊക്കെ ഒരു പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും, ഒരു മറാഠി സോങ്. പുള്ളിക്കാരി മെയിൻ ഒരു മറാഠി ആക്ട്രസ് ആണ് പുള്ളിക്കാരി. ഓക്കെ, ആ ക്യൂട്ട്നെസ് എല്ലാം ഉണ്ട്, പക്ഷേ ആ ഒരു ഇമ്പോർട്ടൻസും അവിടെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, പുള്ളിക്കാരിക്ക് അങ്ങനെ വലിയ റോൾ ഇല്ലെങ്കിലും ഓക്കെ ഫൈൻ, അത് ഒരു കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ ഇതിലത്തെ മെയിൻ വില്ലൻ ധനീഷ് സേറ്റ്. അയ്യോ, ഫസ്റ്റ് ഹാഫിൽ ജോക്കറും സെക്കൻഡ് ഹാഫിൽ ഹാർവിഡൻറ്റുമാണ് പുള്ളിക്കാരൻ. അങ്ങനെ കോസ്റ്റ്യൂം പോയിരിക്കണം. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ, ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരുന്നു. വെറുപ്പിയിലായിരുന്നു, പച്ചയ്ക്ക് പറഞ്ഞ അട്ടാറ് വെറുപ്പിയിലായിരുന്നു. അങ്ങേര് ഭയങ്കര വെറുപ്പിയിലായിരുന്നു. പിന്നെ ഇതിന്റെ ക്യാമറ എടുത്തു പറയണം, മധു നീലകണ്ഠൻ ക്യാമറമാൻ, വെൽ ഡൺ, വെരി വെൽ ഡൺ. പിന്നെ മ്യൂസിക് പ്രശാന്ത് പിള്ളൈ. മ്യൂസിക് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ BGM സ്കോറിൽ ലിജോ പള്ളിശ്ശേരിയുടെ സ്റ്റൈല് പിടിക്കാൻ കുറെ ശ്രമിച്ചെങ്കിലും പക്ഷെ അതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. നമുക്കൊരു സത്യം പറഞ്ഞ കൈകടിക്കാനായിട്ട് ഒരു സീൻ പോലും ഇല്ലായിരുന്നു കേട്ടോ. ഇതിൽ ആദ്യം പറയേണ്ടത് നമ്മുടെ മറ്റേ LJPയുടെ അസിസ്റ്റന്റ് ഡയറക്ടറില്ലേ ടിനു പാപ്പച്ചൻ, അങ്ങനെയാണ് ആദ്യം പറയാനായിട്ട്. ഇത് എന്തൊക്കെ ഡയലോഗ് അടിച്ച് മോഹൻലാലിന്റെ ഇൻട്രോ തൊട്ട് നിങ്ങൾക്ക് രോമാഞ്ചം, തിയേറ്ററിനകത്തുള്ള ബഹളം. പച്ച പറയട്ടെ, എനിക്ക് ഒരു ആംബിയൻസും തോന്നിയില്ല. നേരെ വെച്ച് നോക്കുമ്പോൾ എന്ത് സെറ്റഡേ, ഒരു രക്ഷയില്ല. പക്ഷെ ഇതില് ഇൻട്രോ ഒന്നും അത്രക്കൊന്നും പറയാനില്ല, വലിയ ഇമ്പാക്ട് ഒന്നും ഇല്ല. ജസ്റ്റ് സിമ്പിൾ ഇൻട്രോ ആണ്, അല്ല വലിയ നമുക്ക് ഒരു രോമാഞ്ചം കയറുന്ന അല്ലെങ്കിൽ അടിപൊളി സെറ്റ് ഇൻട്രോ അതൊന്നും വേണ്ട. ഒരു സാധാരണ ഒരു ഇൻട്രോ മതിയായിരുന്നു, ജസ്റ്റ് ഒരു ഫേസ് കാണിക്കുന്ന അതൊക്കെ മതിയായിരുന്നു. ഇത് കുറെ ഹൈപ്പ്, ഒരുപാട് ഹൈപ്പ്, ദാറ്റ്സ് ദ പോയിന്റ്. ഹൈപ്പാണ് ഏറ്റവും വലിയ ഇഷ്യൂ. കുറെ ഹൈപ്പ് കൊടുത്ത് കേറ്റി ഇതാ കിടക്കണം പടം. ഒബ്വിയസ്ലി ടിനോപ്പച്ചനെ ഫസ്റ്റ് പറയും, അങ്ങനെയാണ് ഇതിനകത്തെ ഫസ്റ്റത്തെ നമ്പർ 1 ആൾ ടൈപ്പ് അങ്ങനെയാണ് ഇതിനകത്തെ തുടക്കക്കാരൻ. പിന്നെ ഇതിനകത്ത് സ്റ്റോറി റിട്ടേൺ ബൈ PS റഫീഖും ലിജോ പള്ളിശ്ശേരിയും കൂടി ചേർന്നാണ് ഇതിനകത്തെ സ്റ്റോറി റിട്ടേൺ ബൈ സ്റ്റോറി ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ലിജോ പള്ളിശ്ശേരി പറഞ്ഞു ഇതങ്ങനെ ചെയ്യാൻ പ്ലാനൊന്നുമില്ല, പെട്ടെന്ന് എടുത്ത് ചെയ്ത ഒരു സ്റ്റോറിയാണ്. അതും ലാലേട്ടനൊക്കെ വെച്ച് ഇത്രയും വലിയൊരു സ്റ്റാറിനെ വെച്ച് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അതും ഇത്ര ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്ക് ലാലേട്ടനെ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു പടം എടുക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് റിയലി ഡിസപ്പോയിന്റിങ്. അയ്യോ, ഇത് തീർന്നിട്ടില്ല കേട്ടോ. ഇത് ആക്ച്വലി സെക്കൻഡ് പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ വരുമെന്ന്. കാരണം വീണ്ടും ലിജോ ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്. ബട്ട് സെക്കൻഡ് ഹാഫിൽ ആ VFX ആദ്യം ആ സ്റ്റണ്ട് കോറിയോഗ്രാഫർ, ആക്ഷൻ കോറിയോഗ്രാഫറിനെ എടുത്ത് കളഞ്ഞിട്ട് ഒരു കിടിലം ഒരു ആക്ഷൻ കോറിയോഗ്രാഫറിനെ വച്ചാൽ സൂപ്പർ ആയിരിക്കും. ആദ്യത്തെ കാര്യം എങ്കിൽ ഒരു 50% പടം പൊളിക്കും, അത് ഗ്യാരണ്ടിയാണ്. പിന്നെ സുചിത്രയുണ്ട്. സുചിത്രയൊക്കെ കൊള്ളാം, നല്ല പെർഫോമൻസ് സുചിത്ര. പിന്നെ മണികണ്ഠൻ, ഒരുപാട് പേരുണ്ട്.
വെൽ ഡൺ. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സൊക്കെ വെൽ ഡൺ ആണ്. പക്ഷേ സ്റ്റോറി കുഴപ്പമില്ല, മേക്കിങ്ങും സുഖമില്ല. ആക്ഷൻ കൊറിയോഗ്രാഫി അതാണ് മെയിൻ സാധനം, അതിനെയാണ് തകർത്തിട്ടിരിക്കുന്നത്. ഒറ്റ ഇത് പോയി പടം. ഇപ്പം കൂടുതലൊന്നും പറയില്ല. പടം ഇത് നിരാശപ്പെടുത്തിയിരിക്കുന്നു. ലാലേട്ടൻ വീണ്ടും നിരാശപ്പെടുത്തി. ഒബ്വിയസ്ലി റിയലി സോറി ടു സേ. ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല നിങ്ങൾ പടം പോയി കാണാനായിട്ട്. പൈസ ഒട്ടും വರ್ತല്ല. പക്ഷേ മേ ബി കളക്ഷൻ വാരമായിരിക്കും. പക്ഷേ എനിക്കൊട്ടും അട്രാക്റ്റ് ആയില്ല, അങ്ങോട്ടും ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല. ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.